The following content may contain topics related to suicide or self-harm. Viewers' discretion is advised. I understand and wish to proceed. Oh my god. വാർണർ ബ്രോസ് ഒരു കിഡിലൻ വാർണിംഗ് തന്നെ തന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്താണ് ജോക്കറിൻ്റെ രണ്ടാം പാർട്ടിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ടീസർ ട്രെയിലർ നമുക്ക് തന്നിട്ടുള്ളത് തന്നെ. സോ നമുക്കിതിൻ്റെ റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആദ്യം തന്നെ എനിക്ക് പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ പുഷ്പയുടെ റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കോപ്പിറൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ യൂട്യൂബുകാരോട് ഇത്രയും പറയുന്നുള്ളൂ, ഫെയർ കണ്ടന്റ് യൂസ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ആക്ച്വലി ചറപറ കോപ്പിറൈറ്റ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് മാക്സിമം വോളിയൊക്കെ കുറച്ചേ നമ്മൾ ഇതിൻ്റെ റിയാക്ഷൻ ചെയ്യാൻ പോകുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ കോപ്പിറൈറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് തന്നെ പണി കിട്ടും, പിന്നെ ഫ്യൂച്ചറിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ. ആൻഡ് വാർണർ ബ്രോസ് ശരിക്കൊരു ഫക്ഡപ്പ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. സോ അവർ ചറപറ കോപ്പിറൈറ്റ് തരുന്ന ടീംസാണ്. സോ അത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇത്രത്തോളം വാണിങ്ങൊക്കെ തന്ന സ്ഥിതിക്ക് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ട്രെയിലറിനകത്ത് കാണിച്ചു കൂട്ടുന്നതെന്ന്. സോ ഹിയർ വി ഗോ. 1 2 3 ലെറ്റ്സ് ഗോ. ഞാൻ മാക്സിമം വോളിയം കുറച്ചേ ചെയ്യുള്ളൂ. അഗെയിൻ യൂട്യൂബ് ഫെയർ കോപ്പി റൈറ്റ്. ഓക്കെ. ജോക്കർ 1ൻ്റെ എൻഡിങ്ങിനകത്ത് നമ്മൾ ആക്ച്വലി പുള്ളിക്കാരനെ ഒരു പ്രിസണിൽ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അസേലത്തിൽ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലേഡി ഗാഗ. എന്താണ് ഇവർ പറയുന്നത്? സബ്ടൈറ്റിൽ ഓൺ ചെയ്തിട്ട് ഹാർലി ക്വിൻ. നമുക്ക് എല്ലാവർക്കും ഹാർലി ക്വിൻ്റെ കഥ അറിയാവുന്നത് തന്നെയാണ്. ഫിലിം കുറച്ചും കൂടി മ്യൂസിക്കലായിരിക്കും. ഹാർലി ക്വിൻ സത്യം പറഞ്ഞ ഒരു ഡോക്ടറായിട്ട് ജോക്കറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അർക്കം അസൈലത്തിൽ വരുന്നത്. ആൻഡ് അവിടെ നിന്നാണ് അവരുടെ ആ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് DC-യുടെ ഒരു എൽസ് വേൾഡ് സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് അവരെങ്ങനെ പോകുമെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. മൈ ഗോഡ്, പാട്ടിനൊക്കെ 1 കോപ്പിറൈറ്റ് ആണ്. ഓക്കെ, ദിസ് ഫോൾ വേറെ. ഓക്കെ, ഇതിനകത്തും ജോക്കറിൻ്റെ ഫോളോവേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ജോക്കർ ആൻഡ് ഹാർലി ക്വിൻ ഷോ. Gaga. ആ സീൻ പൊളിയേട്ടാ. ഹോട്ടൽ അർക്കം. ഓക്കെ, സെയിം ആ ഒരു എന്താ ലാഫിങ് ഡിസീസ് പിന്നെ ഉണ്ട്. You always need to smile. Why so serious? Okay. സോ പടം റിലീസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 4-ാം തീയതി തന്നെയാണ്. 2024 ഈ വർഷത്തിൽ തന്നെ നമുക്ക് എന്താണെങ്കിലും ഈ സിനിമ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് ഞാൻ ആക്ച്വലി എനിക്ക് ഈ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പോളിയായിട്ടുള്ളൊരു സീൻ തന്നെയാണ്. അത് മോസ്റ്റ്ലി അത് ഹാർലി ക്വിൻ തന്നെയാണ് ആ ഒരു ഇത് വരച്ചു കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള സംഭവം. ആൻഡ് എനിക്ക് കാണേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂസ് വെയിൻ എവിടെ? നമ്മൾ ആദ്യത്തെ സിനിമയ്ക്കകത്ത് കുട്ടി ബ്രൂസ് വെയിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബ്രൂസ് വെയിൻ ഇന്നത്തും വരുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് നമ്മുടെ ന്യൂസ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കുറച്ചും കൂടി കൂടുതൽ വേറെ ബാറ്റ്മാൻ്റെ വില്ലന്മാരെയൊക്കെ അവർ കാണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മെയിൻലി അവർ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഹഷ് വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതുകൂടാതെ പെൻഗ്വിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ടാവുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ടോഡ് ഫിലിപ്സ് ഒരു കിഡിലനായിട്ടുള്ളൊരു ഡയറക്ടർ തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരനെ തെളിയിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ആദ്യത്തെ സിനിമയ്ക്കകത്ത് തന്നെ. ആൻഡ് ഇതിനകത്ത് നമുക്ക് ലേഡി ഗാഗയും വക്കീൻ ഫിനിക്സിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നല്ലൊരു എന്താ പറയേണ്ട ഒരു ആക്ടിങ് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് സിനിമ കുറച്ചും കൂടി കൂടുതൽ എന്താ പറയേണ്ടത് മ്യൂസിക്കലായിട്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും ഫസ്റ്റ് സിനിമ വെച്ച് നമ്മൾ നോക്കണേ. ആൻഡ് കുറച്ചും കൂടി ഡാർക്കർ ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാണിംഗ് ഒക്കെ നമുക്ക് വാർണർ ബ്രോസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചും കൂടി കൂടുതൽ സൂയിസൈഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കാണിക്കുമായിരിക്കാം. സോ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ആക്ച്വലി പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് അവർ വാണിംഗ് തന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ.
സോ നമുക്ക് വീണ്ടും ഒരു ഡാർക്കർ ആയിട്ടുള്ളൊരു സീക്വൽ നമുക്ക് ജോക്കറിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ ആക്ച്വലി എക്സൈറ്റഡ് ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗാസ്, സീ ഗാസ് നെക്സ്റ്റ് എപ്പിസോഡ്.